ഒരു കുതിരയുമായി നമ്മളൊരു പടക്കുതിരയുടെ വീട്ടിലാണ് എത്തിയിരിക്കുന്നത്. ചാലക്കുടിയിൽ നമ്മുടെ ബെന്നി ബെഹനാൻ MP ഉണ്ട്. അദ്ദേഹം കുറച്ചു നേരം നോക്കുക, എന്താ സംഭവം ഒരു പിടി കിട്ടുന്നില്ല. വെരി ഗുഡ് മോർണിംഗ്. ഞാൻ ഇവരെ ഇങ്ങോട്ടൊന്ന് കയറ്റിയേക്കാം. സ്ലോലി കയറിക്കോ. യെസ്, ഇത് ജാക്കി. ഞങ്ങൾ കേരളം മുഴുവൻ യാത്ര തുടങ്ങി. കോട്ടയത്ത് നിന്ന് തുടങ്ങിയത്. ജാക്കിയോടൊപ്പമാണ് യാത്ര. കോട്ടയത്ത് പണ്ട് KM മാണിയുടെ ചിഹ്നമായിരുന്നല്ലോ ഈ കുതിര. അന്ന് കുതിരയുടെ അതുകൊണ്ട് നമ്മൾ കോട്ടയത്ത് നിന്നാണ് തുടങ്ങിയത്. അതൊരു രസം പറയട്ടെ. പറഞ്ഞോളൂ. പണ്ട് കേരള കോൺഗ്രസ് സ്പ്ലിറ്റ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുതിര നഷ്ടപ്പെട്ടു മാണിസാറിന് ചെല്ലമിടാൻ നിൽക്കുകയാണ്. അപ്പൊ മാണിസാറിന്റെ വിളിച്ചുകൂട്ടി യോഗത്തിൽ വെച്ച് മാണിസാറിന്റെ പ്രസിദ്ധമായി പറയുന്നുണ്ട്, നമ്മൾ കുതിരപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങി കർഷകന്റെ ചിഹ്നമായ രണ്ടിലെയാണ് നമ്മുടെ അടയാളം. ഏത് തലത്തിൽ വന്നാലും അതിനെ ന്യായീകരിക്കാനുള്ള കഴിവാണ് മാണിസാറിൻ്റെത്. കുതിര രാജാവിന്റെ ചിഹ്നമാണ്. ശരിക്കും നമ്മൾ മറ്റു കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഈ മാണി സാറിനെയും ഉമ്മൻചാണ്ടി സാറിനെയും ഒക്കെ ശരിക്കും മിസ് ചെയ്യുന്നില്ല. വളരെ പ്രത്യേകിച്ച് UDF ക്യാമ്പിലുള്ള കോൺഗ്രസ് നേതാക്കളെയും മാണി സാറിനെയും മിസ് ചെയ്യുന്നു. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടം തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രത്യേകിച്ച് കോൺഗ്രസ് ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിന്റെ സജീവ സാന്നിധ്യമായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ മാണി സാറും. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പാണ് ഞാൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിലയില്ല, തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ. അത് വലിയൊരു ഒരു മിസ്സിങ് മാത്രമല്ല, അതൊരു വലിയൊരു വിടവായിട്ട് നികത്താനാവാത്ത. നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ ജാക്കി ഇവിടെ നിൽക്കും, ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയപ്പോൾ ഇതൊരു 15ാമത്തെ മണ്ഡലത്തിലേക്ക് എത്തി. അപ്പോൾ പാതി വഴി എത്തിയപ്പോഴാണ് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നത് UDFന്റെ. പക്ഷേ എങ്കിലും നമ്മൾ പരമാവധി നേതാക്കളെയൊക്കെ കണ്ടു, സംസാരിച്ചു. ഇപ്പോൾ ചാലക്കുടി മത്സരത്തിന് വീണ്ടും MP നിയുക്തനായിരിക്കുന്നു. മത്സരത്തിൽ ഇറങ്ങുന്ന സമയത്ത് രവീന്ദ്രനാഥാണ് നിൽക്കുന്നത്. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു മത്സരമല്ല ഇത്തവണ. പൊളിറ്റിക്കലാണ് ഇത്തവണത്തെ. എല്ലാ മണ്ഡലങ്ങളിലും പൊളിറ്റിക്കലായിട്ടുള്ള മത്സരമാണ്. ഇപ്പോൾ വടകരയിൽ ഷാഫി എത്തുന്നു, തൃശ്ശൂരിൽ KM മുരളീധരൻ എത്തുന്നു, ആലപ്പുഴയിൽ KC വേണുഗോപാൽ എത്തുന്നു, ചാലക്കുടിയിൽ അങ്ങ് തന്നെ മത്സരിക്കുന്നു. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ കോൺടെസ്റ്റാണ് നടക്കാൻ പോകുന്നതല്ലേ? ഞാൻ പറയുന്നത് പൊളിറ്റിക്കൽ കോൺടെസ്റ്റ് ആണ് നല്ലത്. കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടതും സജീവമായ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമാകും അത് കോൺഗ്രസിനും UDFനും കേരളത്തിലും ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്കും അനുകൂലമായി വരുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. കാരണം നമ്മുടെ രാജ്യം നേരിടുന്ന അത്രമാത്രം സങ്കീർണമായ പ്രശ്നങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ കാതലായ പ്രശ്നം ആരെന്നതല്ല, എങ്ങോട്ടെന്നതാണ്. നമ്മുടെ രാജ്യം എങ്ങോട്ട് പോകുന്നു? നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം നമ്മുടെ രാജ്യത്ത് രൂപീകരിച്ച ഭരണഘടനയുടെ പ്രൊട്ടക്ഷനിൽ നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ ഒരു റിപ്പബ്ലിക്കായി ജനാധിപത്യത്തിൻ്റെ, മതേതരത്വത്തിൻ്റെ, പൗരസ്വാതന്ത്ര്യത്തിൻ്റെ, മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ, ഫ്രീ ജുഡീഷ്യറിയുടെ, അങ്ങനെ എല്ലാം വളരെ സുരക്ഷിതമായ ഒരു റിപ്പബ്ലിക്. അതായത് മണ്ഡലത്തെക്കുറിച്ച് മാത്രമല്ല രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു തിരഞ്ഞെടുപ്പാണ്. ദേശീയ തലത്തിൽ ഇന്ത്യ ആര് ഭരിക്കണമെന്ന തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൻ്റെ ചർച്ചകളേക്കാൾ കൂടുതൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു ദേശീയ രാഷ്ട്രീയവും ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളെ കുറിച്ച്. അതായത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. അപ്പോൾ അരുൺ ഗോയലൊക്കെ രാജിവെച്ചു. ഇനിയിപ്പോൾ ആകെ അവശേഷിക്കുന്ന രാജീവ് കുമാർ എന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ മാത്രമാണ്. പ്രതിപക്ഷം ഇന്നലെ തന്നെ ചില സംശയങ്ങളൊക്കെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു. ഇലക്ഷൻ ഒമിഷനാണോ ഇലക്ഷൻ കമ്മീഷനാണോ എന്നാണ് അങ്ങനെ താങ്കൾ ചോദിച്ചതുപോലെ ഇനി ഒരു ഇന്ത്യ ഉണ്ടാകുമോ? ഇനി ഒരു ഇന്ത്യയുടെ റിപ്പബ്ലിക് പദവി നിലനിർത്തി ഇന്ന് കാണുന്ന ഇന്ത്യ റിപ്പബ്ലിക് ഉണ്ടാകുമെന്ന ചോദ്യമാണ് ഈ തെരഞ്ഞെടുപ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവമായി നമ്മളെല്ലാ തെരഞ്ഞെടുപ്പിനെയും ആലങ്കാരിക ഭാഷയിൽ പറയും നിർണായകമായ തെരഞ്ഞെടുപ്പ്. യഥാർത്ഥത്തിൽ നിർണായകമായ തെരഞ്ഞെടുപ്പ്, സ്വതന്ത്ര ഇന്ത്യയിൽ നിർണായകമായ തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ കഴിയുന്നത് ഇപ്പോഴാണ്. കാരണം ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ നിർണയിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മൾ ഇത്രയും നാൾ സഞ്ചരിച്ചിരുന്ന ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് മാറി വേറൊരു തലത്തിലേക്ക് ഇന്ത്യ പോകുമോ എന്ന് സംശയിക്കുന്ന സങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നല്ല വീടാണ്, നല്ല ഫ്രെയിം ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്വന്തം വീടാണോ? വാടക വീടാണ്. MP ആയി കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ഇവിടെ തന്നെയാണ് താമസം? മണ്ഡലത്തിൽ വരുമ്പോൾ ഇവിടെയാണ് താമസം? അതെ, ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവിടെയാണ് താമസം. മണ്ഡലത്തിൽ തന്നെയാണ്. അപ്പൊ ബെന്നി ബെഹനാനെ കുറിച്ച് അറിയാത്തവർക്ക് സ്വന്തം നാട് പെരുമ്പാവൂരടുത്ത് വെങ്ങോല. ഞാൻ അവിടെയാണ് ഞാൻ ജനിച്ചത്. ഞാൻ അതിനുശേഷം 30-32 വർഷക്കാലമായി ഞാൻ തൃക്കാക്കരയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സമയത്തും ഞാൻ തൃക്കാക്കരയിലാണ് നിന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ താമസം അങ്കമാലിക്ക് മാറ്റി. കാരണം അങ്കമാലി തിരഞ്ഞെടുക്കാൻ കാരണം ചാലക്കുടി പാർലമെന്റ് നിയോജകമണ്ഡലത്തിന്റെ ഒരു മധ്യസ്ഥാനം, തലസ്ഥാനം എന്ന് പറഞ്ഞാൽ മധ്യസ്ഥാനം അങ്കമാലിയാണ്. അതുകൊണ്ടാണ്. ഇതിന് എത്ര രൂപ വാടക വരും? ഇതിന്
24,000 രൂപ. മൊത്തത്തിൽ അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ അതാണ് ബെന്നി ബെഹനാൻ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടുകൊണ്ട് മറ്റേ സിനിമയിലെ ഉക്രൈനിലെ പ്രസിഡന്റിന്റെ വീട് പോലെ ഇരിക്കും മറ്റേ ഇതൊക്കെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത്ര വലിയ വീടൊന്നും അല്ല കേട്ടോ, ഒരു സാധാരണ വീടാണ് കേട്ടോ. അപ്പോൾ ബെന്നി ബെഹനാൻ രാവിലെ എങ്ങനെയാ ചായ ഒക്കെ കുടിച്ചാണോ തുടങ്ങുക? രാവിലെ സാധാരണ ചായ കുടിക്കും, പത്രം വായിക്കും. ചായ പിന്നെ സ്വാഭാവികമായിട്ടും രാവിലെ ഞങ്ങളൊക്കെ എഴുന്നേക്കുന്നത് ആരുടെങ്കിലും ടെലിഫോൺ കോളോ അല്ലെങ്കിൽ ആരുടെങ്കിലും സന്ദർശനം ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇന്ന് നിങ്ങൾ വരുമെന്ന് അറിഞ്ഞതുകൊണ്ട് ഞാൻ 9 മണിക്ക് ശേഷം ആളുകളോട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു, അത് കൊള്ളാം. ഞാനേ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാമെന്ന് തോന്നുന്നു. അതായത് കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ് ഈ തെരഞ്ഞെടുപ്പിൽ. മറുഭാഗത്തും LDF എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഒരു ശക്തമായ മത്സരം എല്ലാ മണ്ഡലങ്ങളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിലങ്ങ് പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയമായ മത്സരമാണ് നടക്കാൻ പോകുന്നത്. ചാലക്കുടിയിൽ അങ്ങയുടെ എതിരാളിയായിട്ട് വരുന്നത് ഒരു മുൻ മന്ത്രിയാണ്. ആ മുൻ മന്ത്രിക്ക് വ്യക്തിപരമായ മറ്റു പരാമർശങ്ങളൊന്നുമില്ല. കാര്യം വ്യക്തിപരമായ അങ്ങയോ രവീന്ദ്രനാഥിനെയോ കുറിച്ചോ ആളുകൾക്ക് പരാതികളൊന്നുമില്ല. അപ്പോൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രണ്ടുപേരും കരുത്തരാണ്, LDF UDF. അപ്പോൾ പക്ഷേ മണ്ഡലം ആർക്ക് അനുകൂലമാകുമെന്നാണ് ആദ്യഘട്ട സൂചന? ആദ്യഘട്ട സൂചന ഇത് UDF അനുകൂലമായി മണ്ഡലം. കാരണം ഒന്നുണ്ട്. കാരണം ഇത് കാലാകാലങ്ങളായി UDF ഒരു ശക്തി കോട്ടയാണ്. പഴയ മുകുന്ദപുരം, ഇപ്പോഴത്തെ ചാലക്കുടി, നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും വളരെ അപൂർവം തെരഞ്ഞെടുപ്പുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം UDF കോൺഗ്രസ് മഹാഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച സ്ഥലമാണ്. ഇതിൻ്റെ രാഷ്ട്രീയ ഘടന, സാമൂഹ്യ ഘടന എല്ലാം UDF അനുകൂലമാണ്. ഇത് മാത്രമല്ല, കോൺഗ്രസിന് 4 സിറ്റിംഗ് MLA-മാരുള്ള ഇന്ത്യയിലെ തന്നെ അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നാണ് ചാലക്കുടി പാർലമെന്റ് നിയോജകമണ്ഡലം. എറണാകുളമുണ്ട്, ഇവിടെയുണ്ട്. അങ്ങനെയുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ കാണുന്ന ജനങ്ങളുടെ ഒരു പ്രതികരണം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദേശീയ രാഷ്ട്രീയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനുള്ള രാഷ്ട്രീയ പ്രബുദ്ധതയുള്ളൊരു ജനത ഇവിടെയുണ്ട്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും ഐക്യജനാധിപത്യ മുന്നണിക്ക്, കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങ് കോൺഗ്രസിൽ ഏറെക്കാലം കോൺഗ്രസിലെ എല്ലാ മുതിർന്ന നേതാക്കളുമായിട്ടും ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ്. ലീഡറുമായി ബന്ധം പുലർത്തിയിരുന്നു, ഉമ്മൻചാണ്ടിയുമായി ബന്ധം പുലർത്തിയിരുന്നു, AK ആന്റണിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെയൊക്കെ കുടുംബാംഗങ്ങളുമായിട്ടും അടുത്ത ബന്ധം പുലർത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യമേ അനിൽ ആന്റണി പാർട്ടി വിട്ടു പോകുന്നു എന്ന കാര്യം ഉണ്ടാകുമ്പോൾ മനസ്സെന്തായാലും ഒന്ന് പൊടിഞ്ഞിട്ടുണ്ടാവും. പത്മജ വിട്ടുപോകുന്നൊരു ഘട്ടമുണ്ടാകുന്നു. അപ്പോൾ ഈ സമയത്തൊക്കെ എങ്ങനെയാണ് ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവെന്ന നിലയിൽ ഈ വാർത്തകളോട് മനസ്സെങ്ങനെ പ്രതികരിക്കുന്നത്? കോൺഗ്രസിൽ നിന്നും ആളുകൾ വിട്ടുപോകുമ്പോൾ സ്വാഭാവികമായും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകുമ്പോൾ പ്രയാസം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പക്ഷേ ചിലപ്പോൾ നമുക്കറിയാമല്ലോ, നമുക്ക് ചില അനുഭവങ്ങൾ നമുക്ക് കൂടുതൽ കരുത്ത് നൽകും. ബ്ലാക്ക് ടീ ആണോ രാവിലെ കുടിക്കുന്നത്? ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ടീ ആണ്. ബ്ലാക്ക് ടീ അല്ല, ഇതൊരു ലെമൺ ഒരു ഇതുള്ളതാണ്. ഒരു മധുരം പ്രതീക്ഷിച്ചാണ് െങ്കിലും അപ്രതീക്ഷിതമായി ഞെട്ടിച്ചു. പലപ്പോഴും ബെന്നിമാൻ അങ്ങനെയാ, അപ്രതീക്ഷിതമായിട്ട് ഞെട്ടിക്കും. ഇത് കൊള്ളാം കേട്ടോ, ഇത് നല്ല റെസിപ്പി. ഇതെന്താ സംഭവം? ഇതൊരു മസാല ടീ. ഞാൻ ഇവർക്ക് കൊടുക്കാൻ പറയാം, എല്ലാവർക്കും കൊടുക്കാൻ പറയാം. മസാല ടീ നല്ല സാധനമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റ്, മധുരമല്ല, ഉപ്പാണ്. രാവിലെ ഇതാ കുടിച്ചാണോ? രാവിലെ ഞാൻ സാധാരണ ഒരു ചായ കഴിക്കും, ഇതും കഴിക്കാൻ എനിക്ക് എപ്പോഴും ലെമൺ ടീ അതുപോലെ ടീ ഇഷ്ടമാണ്. ലെമൺ ടീ ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ രാവിലെ മധുര ചായ പ്രതീക്ഷിച്ചു വന്നുകൊണ്ട് ഉപ്പിട്ട ചായ കിട്ടിയിടൂ. സൂപ്പറാ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കോൺഗ്രസ് നേതാക്കളിൽ അവരുടെ, ഞാൻ പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് ആളുകൾ പോകുമ്പോൾ, കാരണം പോകുന്ന വ്യക്തികൾ ഏതെങ്കിലും ഒരു ന്യായമായ കാരണത്തിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നവരല്ല, ഏതെങ്കിലും ഒരു ആശയത്തിൻ്റെയോ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോകുന്നവരല്ല. അവർ പോകുന്നത് പാർട്ടിയെ തള്ളിപ്പറഞ്ഞു പോകുന്നതാണ്. ഒരു പാർട്ടിയെ തള്ളിപ്പറഞ്ഞു പോകുമ്പോൾ അതിനെ നേരിടാൻ വർദ്ധിത വീര്യത്തോടുകൂടി പാർട്ടിയോട് ആത്മാർത്ഥമുള്ള പ്രവർത്തകർ രംഗത്ത് വരും. അതുകൊണ്ട് ഇത്തരം വ്യക്തികൾ പാർട്ടിയിൽ നിന്ന് പോയപ്പോൾ കുറച്ചുകൂടി ആവേശവും അതുവഴി ഉണ്ടാകുന്ന ആത്മവിശ്വാസവുമാണ് പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്കിലും നമ്മളിത് കാണുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് പലപ്പോഴും ഇപ്പോൾ ഈ പത്മജ ഒടുവിൽ പറഞ്ഞതോ അനിൽ ആന്റണി പറഞ്ഞതോ ആയ കാര്യങ്ങളൊന്നും ആളുകൾക്ക് അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല പാർട്ടിയിലേക്ക് പോകാനുള്ള കാരണങ്ങളായി. പത്മജ പറഞ്ഞതിൽ ഒരു കാരണം, അച്ഛൻ്റെ സ്മൃതി മണ്ഡപം പൂർത്തിയാക്കിയിട്ടില്ല, അവിടെ DCCയുമായിട്ടുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം, അവരെ പ്രചരണത്തിൻ്റെ വാഹനത്തിൽ കേട്ടില്ല, തുടങ്ങിയ കാര്യങ്ങളാണ്. ഇതൊക്കെ ഒരു പാർട്ടി വിട്ടുപോകാൻ മതിയായ കാരണമാണെന്ന് പ്രവർത്തകർ പോലും വിശ്വസിക്കുന്നുണ്ടാവില്ല. അപ്പോൾ മറ്റെന്തോ കാരണം ഈ പത്മജ പാർട്ടി വിട്ടു പോകുന്നതിലുണ്ട് എന്ന് ഞാൻ രഹസ്യമായി കേട്ടു, പാർട്ടിക്കുള്ളിലുള്ള കാര്യം. അത് ഞാനങ്ങ് തുറന്നു ചോദിക്കാം, അങ്ങും അങ്ങനെ വല്ലതും കേട്ടിട്ടുണ്ട്? അതായത് ഭീഷണിപ്പെടുത്തിയാണ് പത്മജയെ മറുകാമ്പിലേക്ക് കൊണ്ടുപോയത് എന്നൊരു ആരോപണം ഉയരുന്നു. അത്തരം രഹസ്യമായ കാരണങ്ങളുടെ പിന്നാലെ പോകേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. നേരത്തെ പറഞ്ഞ പോലെ വ്യക്തമായി ഒന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ഒരു വ്യക്തി പാർട്ടി വിടുമ്പോൾ അത് അവസരവാദമാണ്.
അവസരവാദികൾക്കും അവസരവാദത്തിനും എതിരായി നിലപാടെടുക്കാൻ പാർട്ടിയുടെ കൂറുള്ള പ്രവർത്തകരൊന്നും തയ്യാറാകും. പിന്നെ ഏതെങ്കിലും ഒരു വ്യക്തി കോൺഗ്രസ് വിട്ടു എന്ന് വിചാരിച്ച് കോൺഗ്രസ് നശിച്ചു പോകുന്ന പാർട്ടിയാണല്ലോ. കോൺഗ്രസിന് പരാജയവും തോൽവിയും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇന്നും ഇന്ത്യ രാജ്യത്ത് വേറൊരുപ്പുള്ള പാർട്ടിയാണ്. പല പരീക്ഷണം കണ്ട പാർട്ടിയാണ്. ഹിമാലയ പർവ്വതത്തിൽ നിന്നും ഒരു മഞ്ഞുകട്ട അടർന്നു പോയി എന്ന് വിചാരിച്ച് ഉത്തങ്ങ ഹിമാലയ പർവ്വതത്തിനൊന്നും സംഭവിക്കില്ല. അടർന്നു പോകുന്ന മഞ്ഞുകട്ട ഉരുകി വെള്ളമായി ഒഴുകിപ്പോകും, ചരിത്രത്തിലില്ലാതെ പോകുന്നത് ഹിമാലയ വന്ന് നിലനിൽക്കും. കോൺഗ്രസിന് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഹിമവാനെ പോലെ പൊങ്ങി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പാരിസനാണ്. ഒരു മഞ്ഞകട്ട ഉരുകിപ്പോയത് കൊണ്ട് ഹിമവാനൊന്നും സംഭവിക്കില്ല എന്നതുപോലെയാണ് പത്മജയോ ഈ പറയുന്ന അനിൽ ആന്റണിയോ അങ്ങനെ പോകുന്നത് കൊണ്ട് കോൺഗ്രസിനൊന്നും സംഭവിക്കില്ല. മാത്രമല്ല അത് ഈ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ കിട്ടാത്ത ഒരു ആവേശം കോൺഗ്രസ് പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ BJP-യുമായി ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും ഒരിടത്തും തങ്ങൾ തയ്യാറല്ല. BJP-യുമായി ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ കോൺഗ്രസിന് തയ്യാറാവാൻ സാധ്യമല്ല. കാരണം കോൺഗ്രസിന്റെ ചരിത്രം മുതൽ BJP അല്ല, RSS വർഗീയതയ്ക്കെതിരെ, സംഘപരിവാർ സമീപനത്തിനെതിരെ ശക്തമായി പോരാട്ടം പോരാടിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് നടന്നത് 1952-ലാണ്. 52-ലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിച്ചത്, നേതൃത്വം കൊടുത്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. ഞാനൊക്കെ ഇന്നും അന്ന് പണ്ഡിറ്റ്ജി നടത്തിയ ഒരു പ്രസംഗത്തിൽ ഞാൻ ആവേശം കൊള്ളുന്നു. 52-ലെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ അങ്ങ് പാകിസ്ഥാൻ ബോർഡറിൽ നിന്നാണ് പണ്ഡിറ്റ്ജിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. അന്ന് അർത്ഥശങ്കയ്ക്കിടവില്ലാത്ത രീതിയിൽ പണ്ഡിറ്റ്ജി പറഞ്ഞൊരു കാര്യമുണ്ട്. പണ്ഡിറ്റ്ജിയുടെ ഒരു 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 ഭയങ്കരമായൊരു ശൈലിയും ഇതുമൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രസംഗ ശൈലി. അല്ല, അദ്ദേഹം പറഞ്ഞു, നമ്മൾ ആദ്യമായൊരു പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നു. ഇന്ത്യ ഒരു ജനാധിപത്യം ആരംഭിക്കാൻ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പ് പരീക്ഷണത്തിൽ നമ്മുടെ മുഖ്യ ശത്രു വർഗീയതയാണ്. ഈ വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ അണിനിരക്കും, നമ്മൾ വിജയിക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിലെല്ലാം കുറച്ചുകൂടി വ്യക്തമായി മഹാത്മാഗാന്ധിയുടെ രക്തത്തിൻ്റെ കറ പുരണ്ട ശക്തികൾ നാളെ ഏത് പുണ്യാക്കങ്ങളായി ശ്രമിച്ചാലും അവരെ തട്ടിമാറ്റുക എന്നതായിരിക്കണം കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമെന്നാണ് ആ തെരഞ്ഞെടുപ്പിൽ ദീർഘവീക്ഷണത്തോടു കൂടി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞു. അതാണ് കോൺഗ്രസ്. അത് പൊളിറ്റിക്കലാണ് ഇത്തവണത്തെ മത്സരം എന്നതാണ് നമ്മൾ ആവർത്തിക്കുന്നത്. വർഗീയതയ്ക്കെതിരെയുള്ള വിധിയെഴുത്തായിട്ടാണ് കാണുന്നത്. ആ മത്സരത്തിൽ നിങ്ങളിപ്പോൾ BJP-കാർ പൊതുവെ പറയുന്നൊരു കാര്യം, നിങ്ങൾ ഇരുവരും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഇന്ത്യ മുന്നണിയായി മത്സരിക്കുകയാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്കൊപ്പം സീതാറാം യെച്ചൂരിയുടെ കൈകളുമുണ്ട്. അതുകൊണ്ട് കേരളത്തിലൊരു സൗഹൃദ മത്സരമാണ് നടക്കുന്നത്, CPM മുഖ്യ എതിരാളികളല്ല. അപ്പോൾ ഈ പ്രചരണ വിഷയത്തിൽ നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ ഈ സാമ്പത്തിക പരാജയങ്ങളടക്കമുള്ള വിഷയങ്ങൾ, പരാജയം എന്നാണല്ലോ നിങ്ങളതിനെ വിശേഷിപ്പിക്കുന്നത്, അതൊക്കെ വലിയ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതല്ല പൊളിറ്റിക്കലായിട്ട് ഇതൊരു നിർണായകമായ തിരഞ്ഞെടുപ്പാണ് എന്ന ഒറ്റ ഫോക്കസിലായിരിക്കുമോ പ്രചരണം? ആ നിർണായകമായ തെരഞ്ഞെടുപ്പിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തയ്യാറാകുന്നില്ല എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ വിചിത്രമായ വൈപരീത്യം. കാരണം എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശീയ തലത്തിലത്തെ തീരുമാനം? രാജ്യം ഒരു അപകടത്തിൽ നീങ്ങുമ്പോൾ, രാജ്യത്തിൻ്റെ മതേതരത്വ ജനാധിപത്യ ഭരണഘടനാ മൂല്യങ്ങളെ വെല്ലുവിളിക്കപ്പെടുമ്പോൾ ഇതിനെ എതിർക്കാൻ നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഏക പാർട്ടി കോൺഗ്രസ് ആണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു മഹാസഖ്യം ഉണ്ടാകണം, ഒരു മുന്നണി ഉണ്ടാകണം എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ചത്. അങ്ങനെ കോൺഗ്രസിൻ്റെ അനിഷേധ്യമായ നേതൃത്വത്തിൽ ഒരു മുന്നണി ഉണ്ടായി വർഗീയതയും BJP-യും എതിർക്കണം എന്ന് തീരുമാനിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ട് കേരളത്തിൽ ആ ഒരു സമീപനത്തിൻ്റെ പിന്നാലെ പോകുന്നില്ല? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പോരാട്ടമാണ് എങ്കിൽ പോലും കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ആശയം ഉൾക്കൊള്ളാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ ഭരണത്തെ കൂടി വിലയിരുത്തുമ്പോൾ ഇത്രമാത്രം പരാജയപ്പെട്ട ഒരു ഭരണം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ജനങ്ങൾ സ്വാഭാവികമായിട്ടും വിശ്വാസം. തെരഞ്ഞെടുപ്പ് വോട്ടവകാശം വ്യക്തികളെ വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതല്ല, നമ്മുടെ അഭിപ്രായങ്ങളും പ്രതിഷേധങ്ങളും രേഖപ്പെടുത്താനുള്ള ഏറ്റവും വലിയ വജ്രായുധമാണ്. ഒരു ഏറ്റവും വലിയ മൗലികാവകാശമാണ് വോട്ടവകാശം. ആ വോട്ടവകാശം രേഖപ്പെടുത്തുമ്പോൾ പ്രത്യേകിച്ച് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള കേരളത്തിലെ ജനങ്ങൾ ഇന്നത്തെ ഈ ഗവൺമെന്റിന്റെ ഭരണത്തിന് കീഴിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കെതിരെ പ്രതികരിക്കാൻ തയ്യാറാകണം. അപ്പോഴേ ജനാധിപത്യം പൂർത്തീകരിക്കപ്പെടുകയാണ്. ബെന്നി ബെഹനാൻ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ കോൺഗ്രസ് പ്രവർത്തകർ മറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ എങ്ങും ഇല്ലാത്ത വിധം സംഘടനാ തലത്തിൽ ശക്തമായൊരു തെരഞ്ഞെടുപ്പാണിത്. ബൂത്ത് തലത്തിലടക്കം പ്രവർത്തകരിപ്പോൾ, അത് മഹിളാ കോൺഗ്രസ് ആണെങ്കിലും ശരി, യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും ശരി, അവിടെയെല്ലാം വിവിധ ഘടകങ്ങളിൽ ഒരു ഊർജ്ജവും ഒരു സംഘടനാ ചലനശേഷിയും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ മുതിർന്ന നേതാക്കൾ, ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് KPCC പ്രസിഡന്റിൻ്റെ കാര്യം തന്നെയാണ്,
ഇത്തരത്തിലുള്ള ചില അനവസരത്തിലുള്ള പരാമർശങ്ങളാണെങ്കിലും ഇന്നലെ ഷമാ മുഹമ്മദിൻ്റെ കാര്യത്തിൽ നോക്കൂ, അങ്ങയോട് ഞാൻ ഇപ്പോൾ ഷമാ മുഹമ്മദിനെ കുറിച്ച് ചോദിച്ചാൽ അങ്ങ് ഒരിക്കലും പറയില്ല ഷമാ മുഹമ്മദ് ഈ പാർട്ടിയിൽ ആരുമല്ല എന്ന്. ചുരുങ്ങിയത് നമ്മളുടെ അടക്കമുള്ള ചാനലുകളിൽ പാർട്ടിക്കു വേണ്ടി ശബ്ദിച്ച ഒരാളാണ് ഷമാ മുഹമ്മദ്. നേരത്തെ നമ്മൾ അദ്ദേഹത്തിൻ്റെ പദപ്രയോഗം മൈ ഡിയർ എന്നുള്ള പദപ്രയോഗം, ഞാനത് വിത്തിൻ ഇൻവേർട്ടഡ് കോമയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പാർട്ടിയിലെ അണികളെ ഈ മുന്നോട്ടിങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വേണ്ടായിരുന്നു എന്നൊരു തോന്നലുണ്ടാക്കില്ലേ? ഞാനൊന്ന് പറയാം, നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ വ്യക്തിപരമാകരുത്. വ്യക്തിപരമാകരുത്. നമുക്ക് ആശയപരമായി വിമർശിക്കാം, നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ വിമർശിക്കാം. ഒരു നിലപാട് തെറ്റാണെന്ന് കണ്ടാൽ ആ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയെ നമുക്ക് വിമർശിക്കാം. ഒരിക്കലും വ്യക്തിപരമായ വിമർശനം നല്ലതല്ല. അതൊരു ഒരു ഒരു നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഉൾക്കാമ്പന്ത ദ റൈറ്റ് ടു ഡിസെന്റ്. ദ റൈറ്റ് ടു ഡിസെന്റ് ആണ്. അഭിപ്രായം പറയാൻ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം പറയാൻ അവകാശമുണ്ട്. അഭിപ്രായ അനുകൂലമായിക്കാമല്ല, വ്യത്യസ്തമായ അഭിപ്രായ വ്യത്യാസം എതിർക്കാനുള്ള അഭിപ്രായം, ദ റൈറ്റ് ടു ഡിസെന്റ്. അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉൾക്കാമ്പ്. അത് ഉൾക്കൊണ്ടാൽ വ്യക്തിപരമായ വിമർശനത്തിന് പിന്നെ സാധിക്കില്ല. നിലപാടുകൾ എതിർക്കാം. ഞാൻ പറയുന്ന അത്തരം കാര്യങ്ങളിലെല്ലാം ഞാൻ വീണ്ടും പറയുന്നു, അതിലൊക്കെ മാതൃകയായി നിന്നിട്ടുള്ളത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഒരു എതിരാളിയുടെ മുന്നിലും അദ്ദേഹം വ്യക്തിപരമായി എതിർത്തിട്ടില്ല. അതായത് കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം. കാരണം വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ്. പ്രവർത്തകർക്ക് ഒരു വലിയ ആവേശം ഉണ്ടാവുന്നുണ്ട്. ആ ആവേശത്തെ കെടുത്തുന്നതൊന്നും KPCC പ്രസിഡന്റ് പോലെയുള്ള നേതാക്കന്മാരിൽ ഞാൻ വ്യക്തിപരമാക്കുന്നില്ല. ജാഗ്രത പാലിക്കണം എന്ന് ഞാൻ പറയുമ്പോൾ അത് ഏതെങ്കിലും വ്യക്തിയെ കൊണ്ടുകൊണ്ടല്ല, അത് പൊതുവെ. മറ്റത് ഞാൻ പറഞ്ഞാൽ അതിന് ഒത്തിരി ഇപ്പോഴത്തെ ദുർവ്യാഖ്യാനം ഉണ്ടാകും ഏതെങ്കിലും വ്യക്തിയെ കുറിച്ച് പറഞ്ഞു. ജാഗ്രത പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകന്മാർ അവരുടെ അഭിപ്രായം പറയുമ്പോൾ ജാഗ്രത ഉണ്ടാകണം എന്ന അഭിപ്രായമുണ്ട്. ജാക്കിയെ പ്രേക്ഷകർക്ക് കാണാം, ഈ കുതിരയെ കാണുമ്പോഴേ എപ്പോഴെങ്കിലും കുതിര പുറത്ത് കയറാനുള്ള ആഗ്രഹം തോന്നിയിട്ടുണ്ട്? കുതിര പുറത്ത് കയറാൻ ആഗ്രഹമുണ്ട്. കുതിര ഒരു ഐശ്വര്യമാണ്. കുതിരയെ പോലെ ഒരു നമുക്കൊരു എനർജി നൽകുന്ന, ഒരു ആവേശം നൽകുന്ന, കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ത്രില്ല് നൽകുന്ന ഒരു അനിമലാണ്. ഈ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പൊതുവെ കോൺഗ്രസ് നേതാക്കളിൽ ചില നേതാക്കൾക്കുള്ളൊരു പ്രത്യേകത, ഈ കുതിരയെ പോലെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് വളരെ പോസിറ്റീവ് ആയിരിക്കും എപ്പോൾ കണ്ടാലും. അതായത് രാത്രിയിൽ നിങ്ങൾ 12 മണിക്ക് ഉറക്കത്തിൽ എന്ന് പറഞ്ഞാൽ ബെന്നി ബെഹനാൻ എംപിയുടെ മുഖഭാവം ഇതേപോലെ അല്ലേ? നല്ല 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 ക്ഷീണിച്ച് പനിയായിട്ട് ഇങ്ങനെ കിടന്നാൽ പോലും യാഗം കുതിര ഒരു പോരാട്ടത്തിന്റെ കൂടി അതാണല്ലോ. അപ്പം ഞങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഈ രാഷ്ട്രീയ പ്രവർത്തകരെ കണ്ട് നമ്മളിൽ പലരും ഇപ്പം രാവിലെ പ്രഭാത പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ, കണ്ട് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഇവർക്ക് അങ്ങനെ റെസ്റ്റ് എന്ന് പറയുന്നൊരു പരിപാടിയേ ഇല്ല എന്നുള്ളതാണ്. സാധാരണ ലീവ്, പബ്ലിക് ഹോളിഡേ എന്നൊക്കെ പറയുന്ന കാര്യമുണ്ടല്ലോ. പക്ഷെ ഇതൊന്നും നിങ്ങൾക്ക് സങ്കല്പിക്കാനേ പറ്റത്തില്ല. ഞങ്ങൾക്ക് അവധിയുള്ള ദിവസങ്ങളിലാണ് കൂടുതൽ എൻഗേജ് ആവുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ മെന്റലി അതങ്ങ് പ്രിപ്പയർഡ് ആക്കി വെച്ചു. പ്രവർത്തന രീതിയാണ്. ഈ തിരക്കുകളില്ലെങ്കിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിന്റെ പറയുമായിരുന്നു, വീട്ടിൽ ആളുകളില്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാർ എന്തോ ബുദ്ധിമുട്ടാണ്. ഉമ്മൻചാണ്ടിക്ക് അത് ഒത്തിരി അനുഭവിച്ചു. നമുക്കൊക്കെ ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറഞ്ഞെങ്കിൽ ഏകാന്തതയാണ്. ഏകാന്തത നമുക്ക് ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കും, നിങ്ങൾ എപ്പോഴെങ്കിലും വിശ്രമിക്കാൻ മനസ്സ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശ്രമമൊക്കെ വേണം. പക്ഷേ എങ്കിൽ പോലും ഈ രാഷ്ട്രീയ നേതാക്കൾ ബെന്നി ബെഹനാൻ എംപിയെ പോലെയൊക്കെയുള്ള ആൾക്കാരെ കണക്കാക്കിയാൽ മതി. അവർക്ക് ജനങ്ങളില്ലാതെ ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കാതെ ജീവിക്കാൻ പറ്റും അല്ലേ? വളരെ പ്രധാനപ്പെട്ടത് ഏകാന്തതയാണ് അവരുടെ ഏറ്റവും വലിയ ശിക്ഷ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നാലും മണ്ഡലത്തിൽ എങ്ങനെ ഒരു പൊതുവേ നമ്മൾ നേരത്തെ പറഞ്ഞു പൊളിറ്റിക്കൽ കോൺടെസ്റ്റാണ്. അപ്പുറത്തെ രവീന്ദ്രനാഥാണ് മത്സരിക്കുന്നത്. അദ്ദേഹം ഈ സിംപ്ലിസിറ്റിയുടെ ഒരു ഐക്കണായിട്ടാണ് അദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നതും. മാത്രമല്ല അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുന്ന സമയത്ത് മെച്ചപ്പെട്ട മന്ത്രി എന്ന നിലയിലുള്ളൊരു പേരെടുക്കുകയൊക്കെ ചെയ്തിരിക്കുന്നൊരു മന്ത്രി കൂടിയാണ് അദ്ദേഹം. മത്സരിക്കാൻ വരുന്ന സമയത്ത് ഒരു കരുത്തനെയാണോ കിട്ടിയിരിക്കുന്നത്? എപ്പോഴും എതിരാളി കരുത്തനും അതുപോലെ തന്നെ ഒരു നല്ല വ്യക്തിത്വമുള്ള ആൾ വരുന്നതാണ് മത്സരത്തിന് കൂടുതൽ ആവേശം ഉണ്ടാക്കുന്നത്. നമുക്ക് എതിരാളി നമുക്കൊരു ആവേശം തരുമല്ലോ. അപ്പോൾ ഒരു കരുത്തരായ എതിരാളിയാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ശക്തമായി നമുക്ക് പോരാടാൻ പറ്റും. രവീന്ദ്രനാഥ് വ്യക്തിപരമായി എൻ്റെ അടുത്തൊരു സുഹൃത്താണ്. ഞാനും ശ്രീ രവിയും തമ്മിൽ ഒരുമിച്ച് MLA മാരായിരുന്നിട്ടുണ്ട്. ഞങ്ങൾ ഒത്തിരി യാത്ര നടത്തിയിട്ടുണ്ട്. വ്യക്തിപരമായി നമുക്ക് എൻ്റെ കുടുംബമായിട്ടും അടുപ്പമുള്ള വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു സുഹൃത്ത് എന്ന നിലയിൽ ഒരു പോരാട്ടം നടക്കാൻ നേരത്ത് അതിൻ്റെ എല്ലാ മാന്യതയും വെച്ച് പുലർത്താൻ ഞങ്ങൾ രണ്ടുപേരും തയ്യാറാകുന്നു. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഈ ചാലക്കുടി മണ്ഡലത്തിലെ പ്രചരണം നോക്കിയാൽ മതി. ഈ രവീന്ദ്രനാഥ് ബെന്നി ബെഹനാനെതിരെയോ ബെന്നി ബെഹനാൻ രവീന്ദ്രനാഥിനെതിരെയോ വ്യക്തിപരമായ ഒരു പരാമർശവും നടത്താറില്ല അല്ലേ? വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കോൺടെസ്റ്റാണ്. വളരെ മുതിർന്ന രണ്ട് നേതാക്കൾ, പൊതുസമ്മതി നേടിയ രണ്ട് നേതാക്കൾ തമ്മിലുള്ളൊരു മത്സരമാണ്. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട പോരാട്ടമാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ത്രില്ലിംഗ് മാച്ചാണ് കേട്ടോ ഈ ചാലക്കുടിയിലെ മാച്ച്. എനിക്ക് വേറൊരു മെച്ചം കൂടി ഉണ്ട്. ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സംതൃപ്തനാണ്. കാര്യം 5 വർഷക്കാലത്തെ എൻ്റെ അനുഭവം
എനിക്ക് വലിയ സംതൃപ്തി നൽകുന്നുണ്ട്. 5 വർഷക്കാലം ജനങ്ങൾ നൽകിയ സഹകരണം, പിന്തുണ, പ്രകടിപ്പിച്ച സ്നേഹം, വാത്സല്യം, അനുഗ്രഹം, അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ എൻ്റെ ഏറ്റവും വലിയ ആത്മബലം. എനിക്ക് തോന്നുന്നു കോവിഡ് കാലത്ത് വാക്സിൻ എത്തിച്ച ആ സ്ഥലത്ത് എത്തിച്ച അപൂർവ എംപിമാരിൽ ഒരാളാണ്. അപൂർവം എന്നല്ല, എനിക്ക് തോന്നുന്നു അത്രയും വ്യാപകമായി വാക്സിൻ എത്തിച്ച വേറെ എം പി ഉണ്ടാവില്ല. ഞാൻ 4000-ഓളം പേർക്ക് സൗജന്യ വാക്സിൻ കൊടുത്തു. അതെവിടെ, ഇവിടെ മാത്രമല്ല, വാക്സിൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത, വാക്സിനേഷൻ പ്രക്രിയയോട് ആദ്യമായി എതിർത്ത് നിന്ന മലക്കപ്പാറ ആദിവാസി മേഖലകളിൽ നേരത്തെ ചെന്ന് വാക്സിനേഷനെ കുറിച്ച് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ പോയി, മലക്കപ്പാറയിൽ പോയി, അവരുടെ തൊടികളിൽ പോയി ആദിവാസി സുഹൃത്തുക്കൾക്കും മലക്കപ്പാറയിലെ പ്ലാന്റേഷൻ മേഖലയിലെ തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്കും ഏകദേശം 1000-ൽ താഴെ ആളുകൾക്ക് അവിടെ സൗജന്യ വാക്സിനേഷൻ കൊടുത്തു. പിന്നെ എൻ്റെ പ്രവർത്തനത്തിൽ എപ്പോഴും ഞാൻ ഈ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് എനിക്ക് വലിയ ഒരു ആത്മബന്ധമുണ്ട്. അപ്പോൾ അവരെ സഹായിക്കാൻ ഞാൻ വ്യാപകമായി പരിപാടിയിട്ടുണ്ട്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ക്യാമ്പ് നടത്തി, നിർണയം നടത്തി, അവർക്ക് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ് കൊടുക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ വലിയ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ബധിരമുക്ത ശാലക്കുടി എന്ന പേരിൽ ഒരു സംവിധാനം ഉണ്ടാക്കി ഈ കാഴ്ചശക്തി കുറവുള്ള ആളുകൾക്ക് കാറ്ററാക്ട് ഓപ്പറേഷൻ നടത്തുന്ന കാര്യത്തിലൊക്കെ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ വലുതാണ്. അതെല്ലാം ഞാൻ പറയുന്നത് നമുക്കൊരു പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ അത്തരം പ്രവർത്തനത്തിൽ കൂടി വിശ്വസിക്കണമെന്നാണ് ആഗ്രഹം. അതാണ് സംതൃപ്തി. പിന്നെ എനിക്ക് ജനങ്ങളുള്ള കടപ്പാട്, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് എൻ്റെ നെഞ്ചിടറിയവനാണ്. ഞാൻ ആശുപത്രിയിൽ പോയി കിടന്നു. ഞാൻ 8 ദിവസം ICUവിൽ കിടന്ന വ്യക്തിയാണ്. പക്ഷേ ആ 8 ദിവസം ഞാൻ ICUവിൽ കിടന്ന് 10-ാം ദിവസം ഞാൻ വീണ്ടും തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയപ്പോൾ എനിക്ക് വേണ്ടി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എന്നാ പറയുന്ന ഒരു അനുഭവമായിരുന്നു അത്. അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്, ജനാധിപത്യത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥാനാർത്ഥി മാത്രമല്ല സ്ഥാനാർത്ഥി, ഓരോ വ്യക്തികളും സ്ഥാനാർത്ഥിയാണ്. അന്ന് ഈ നിയോജകമണ്ഡലത്തിലെ ഓരോ വ്യക്തികളും, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരായ MLA-മാർ, പാർട്ടി നേതാക്കന്മാരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് രാത്രി 12:30 മണിക്കാണ് ഉമ്മൻചാണ്ടി എന്നെ ആശുപത്രിയിൽ വന്ന് കാണുന്നത്. അതിനുശേഷം ഉമ്മൻചാണ്ടി ഇവിടെ വന്ന് ഇലക്ഷൻ കമ്മിറ്റി വിളിച്ചു. അദ്ദേഹം നിർദ്ദേശം വെച്ചു. അതനുസരിച്ച് പിറ്റേ ദിവസം ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ MLA-മാരും നേതാക്കന്മാരും വ്യക്തികളും അവർ സ്വന്തം സ്ഥാനാർത്ഥികളായി നിന്നുകൊണ്ട് എന്നെ വിജയിപ്പിച്ചവരാണ്. ആ ഒരു കടപ്പാട് എനിക്കുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും അവരുമായി നീതി പുലർത്താൻ ഞാൻ ശ്രമിച്ചു. ഒറ്റ കാര്യം കൂടി, ഇത്തവണ CPM ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് കോൺഗ്രസിന് കുത്തിയാൽ താമരയ്ക്ക് പോകും എന്നുള്ളതാണ്. ഞാനൊരു കാര്യം കൂടി ഡയറക്റ്റായിട്ട് ചോദിക്കട്ടെ. അപ്പോൾ അത് പ്രേമേന്ദ്രൻ്റെ പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നത്, ബുദ്ധിമുട്ടുള്ള ചോദ്യമാണെന്നറിയാം. എങ്കിലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങേ ഉച്ചഭക്ഷണത്തിന് വിളിച്ചാൽ, വേണ്ട ഒരു ഈവനിങ് ടീക്ക് വിളിച്ചാൽ, അങ്ങ് ഈ ഒരു സാഹചര്യത്തിൽ അത് ആ ക്ഷണം സ്വീകരിച്ചു പോകാനുള്ള സാധ്യത? അതിൻ്റെ സാഹചര്യം എന്താണെന്ന് നോക്കണം. ഞാൻ മനസ്സിലാക്കിയത്, പ്രേമേന്ദ്രനെ ഒരു ടീക്ക് വിളിച്ചത് പ്രധാനമന്ത്രി എന്ന നിലയിൽ പല പ്രതിപക്ഷ നേതാക്കന്മാർ ഉൾപ്പെടെ വിളിച്ചു. പ്രധാനമന്ത്രി പ്രതിപക്ഷ നേതാവ് ഒരു തെറ്റായ സന്ദേശം കൊടുക്കില്ല, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തന്നെ ഇടയാക്കിയില്ല. അല്ല, ചർച്ചയ്ക്ക് ഇടയാക്കിയത് പക്ഷേ അത്രയും ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രേമനും വിചാരിച്ച് കാണുമല്ലോ. ഒരു പ്രധാനമന്ത്രി ഒരു പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന സമയത്ത് അദ്ദേഹത്തെ ഏത് രീതിയിലാണ് ക്ഷണിച്ചതെന്ന് എനിക്കറിയില്ല. എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികം അദ്ദേഹം പോയി കാണും. ഒരു വ്യക്തിയെ മാത്രമാണ് ക്ഷണിക്കുന്നെങ്കിൽ പോകാൻ പാടില്ല. അത് ബെന്നി ബെഹനാൻ എംപിക്കും സമാനമായ സാഹചര്യം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. ഞാൻ ആ സാഹചര്യം പരിശോധിക്കും. എന്ത് സാഹചര്യത്തിലാണ് വിളിച്ചിരിക്കുന്നത്, ആരെയെല്ലാം വിളിച്ചിട്ടുണ്ട്, എന്ത് കാര്യത്തിലാണ് വിളിച്ചിരിക്കുന്നത്, എന്താണ് അവിടെ വിളിക്കേണ്ട ഉദ്ദേശം എന്ന് ശ്രദ്ധിച്ചിട്ട് ഒരു പ്രൈം മിനിസ്റ്റർ എല്ലാ പ്രതിപക്ഷ നേതാക്കന്മാരെയും വിളിച്ചാൽ പോകുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിലെന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ടയുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതും ചിന്തിക്കേണ്ടതും നമ്മളാണ്. ഓക്കെ, താങ്ക് യു. അതാണ് ബെന്നി ബെഹനാൻ എംപിയുടെ നിലപാട്. അപ്പോൾ സന്ധിയില്ലാത്ത പോരാട്ടം തുടരുക. അപ്പോൾ വളരെ ശക്തമായി ഇത്തവണ ICUലൊന്നും പോയി കിടക്കരുത്. വളരെ സജീവമായി ഞങ്ങൾക്ക് വേണം ക്യാമ്പയിൻ. അപ്പോൾ ഹെൽത്ത് ഒക്കെ നോക്കണം. ചൂടുമാണ്. നല്ല താങ്കളുടെ ഉപദേശത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എപ്പോഴും റിപ്പോർട്ടറിന്റെ ഒരു നിങ്ങളുടെ ഇന്റർവ്യൂവിലും കണ്ടതിനുള്ള സന്തോഷം. താങ്ക് യു ശ്രീ ബെന്നി ബെഹനാൻ. താങ്കളെയൊക്കെ കണ്ടുകൊണ്ട് ഒരു പ്രഭാതം തുടങ്ങിയാൽ തന്നെ വലിയ ഐശ്വര്യമാണ്. കാരണം ആ എനർജി ഉണ്ടല്ലോ, നമ്മളിലേക്ക് ഇങ്ങനെ പ്രസരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ എനർജി വിടണ്ട, വെള്ളമൊക്കെ കുടിച്ച് ആരോഗ്യത്തോടു കൂടി യാത്ര തുടരുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എല്ലാ ടീം അംഗങ്ങൾക്കും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഒന്നുകൂടി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പറയുന്നു, നിങ്ങളുടെ എല്ലാവരുടെയും സഹായം, നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം, ഞങ്ങളുടെ സ്നേഹം ഉണ്ടാവും. താങ്ക് യു.